ഹലോ. അപ്പോൾ പ്രോസ് ആൻഡ് പോയട്രി ക്ലാസ്സിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യൂൻ ഓഫ് ഷെബ വിസിറ്റ്സ് സോളമൻ ചാപ്റ്റർ നമ്പർ 9 ക്രോണിക്കിൾ 2. ഇതൊരു ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം സ്റ്റോറീസാണ്. അപ്പോൾ ഒരു പ്രോസ് കാറ്റഗറിയാണ് ബൈബിളിലെ കഥകൾ. അപ്പം അങ്ങനെ ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്യൂൻ ഓഫ് ഷെബ. ഷെബ എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ ക്യൂൻ, അവിടുത്തെ റാണി സോളമൻ രാജാവിനെ കാണാൻ പോവാണ്. ജെറുസലേമിലാണ് സോളമൻ രാജാവ് ഉള്ളത്. സോളമൻ രാജാവ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള, ഒരുപാട് ബുദ്ധിയും കഴിവും ദൈവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ക്യൂൻ ഓഫ് ഷെബ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. When the Queen of Sheba heard of Solomon's fame, she came to Jerusalem to test him with hard questions. Arriving with a great caravan with camels carrying spices, large quantities of gold, and precious stones, she came to Solomon and talked with him about she had on her mind. All she had on her mind. ക്യൂൻ ഓഫ് ഷെബ സോളമന്റെ പ്രശസ്തി അറിഞ്ഞ് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. കുറച്ച് കട്ടിയായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ പോകുമ്പോൾ വെറും കൈയോടെ ഒന്നുമല്ല ക്യൂൻ ഓഫ് ഷെബ പോയത്. വിത്ത് ഗ്രേറ്റ് കാരവാൻ, വിത്ത് ലാർജ് ക്വാണ്ടിറ്റി എന്നുള്ള മീനിങ് ആണ്. എന്തൊക്കെയാ കൊണ്ടുപോയത്? വിത്ത് ക്യാമൽസ് ക്യാരിങ് സ്പൈസസ്, വ്യത്യസ്ത തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, കുരുമുളകാവാം, മഞ്ഞളാവാം, ഏലമാവാം, തുടങ്ങിയ എന്ത് വസ്തു വേണമെങ്കിലോ സ്പൈസസ്, അങ്ങനെയുള്ള വസ്തുക്കളും, ഒപ്പം തന്നെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗോൾഡ്, ഒരുപാട് സ്വർണവും, ഒപ്പം തന്നെ ദ പ്രഷ്യസ് സ്റ്റോൺസ്, മുത്ത്, പവിഴം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ ആയിട്ടാണ് ക്യൂൻ ഓഫ് ഷെബ പോകുന്നത്. ഷീ കെയിം ടു സോളമൻ ആൻഡ് ടോക്ക് ടു ഹിം. അവിടെ അവളെത്തി, ക്യൂൻ ഓഫ് ഷെബ എത്തി. എന്നിട്ട് സോളമനോട് സംസാരിച്ചു. അവൾക്ക് എന്തൊക്കെയാണോ പറയാനുണ്ടായിരുന്നത് അതൊക്കെ ആ ക്യൂൻ സംസാരിച്ചു. Solomon answered all her questions. Nothing was too hard for him to explain her. അപ്പോൾ സോളമൻ എല്ലാ ചോദ്യങ്ങൾക്കും, വളരെ കട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ സോളമൻ വളരെ നിസ്സാരമായിട്ട് ആൻസർ പറഞ്ഞു. കാരണം അതത്ര കട്ടിയായിട്ടൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒന്ന് ആയിരുന്നില്ല. When the Queen of Sheba saw the wisdom of Solomon as well as the palace he had built. Queen of Sheba എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ കഴിവ്, ജ്ഞാനം, വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ്, വിസ്ഡം. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധി ഒക്കെ കണ്ട്, ഒപ്പം തന്നെ ആ കൊട്ടാരം അദ്ദേഹം ഉണ്ടാക്കിയ സോളമന്റെ കൊട്ടാരമൊക്കെ കണ്ടപ്പോൾ തന്നെ ക്യൂൻ ഓഫ് ഷെബ എന്തായി? ആകെ സ്റ്റണ്ടായിപ്പോയി, വളരെ എക്സൈറ്റഡ് ആയിപ്പോയി. ഓക്കെ, the food on his table, the seating of his officials, the attending servants in their robes and cupbearers in their robes, and the burnt offerings he made at the temple of the Lord, she was overwhelmed. അപ്പോൾ അവിടെ എത്തി, കൊട്ടാരം കണ്ടു. കൊട്ടാരത്തിൽ മാത്രമല്ല, അവിടുത്തെ ഫുഡ്, ടേബിളിൽ ഉണ്ടായിരുന്ന ഭക്ഷണം, ഒപ്പം തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതുപോലെ അവിടുത്തെ ഒഫീഷ്യൽസ്, രാജാവിന്റെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാര്, അവിടുത്തെ സെർവൻസ്, അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ തന്നെ ക്യൂൻ ഓഫ് ഷെബ ആകെ ഓവർവെൽംഡ് ആയിപ്പോയി. താൻ എവിടെയോ വളരെ വലിയ എവിടെയോ എത്തിയ പോലെ ഒരു ഫീലിംഗ് ക്യൂൻ ഓഫ് ഷെബക്ക് ഉണ്ടായി. She said to the king, "The report I heard on my country about your achievements and your wisdom is true." അപ്പൊ ക്യൂൻ ഓഫ് ഷെബ എന്തൊക്കെയോ കേട്ടറിഞ്ഞിട്ടാണ് ജെറുസലേമിലേക്ക് പുറപ്പെട്ടത്. ക്യൂൻ ഓഫ് ഷെബയുടെ നാട്ടില് സോളമനെ കുറിച്ച് വളരെ പ്രശസ്തിയോടെ ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണോ എന്ന് അറിയാനായിരുന്നു ക്യൂൻ ഓഫ് ഷെബ അങ്ങോട്ട് പോയത്. അപ്പോൾ പോയപ്പോ തന്നെ അദ്ദേഹം അവിടുത്തെ പെരുമാറ്റം ഇതൊക്കെ കണ്ടപ്പോ തന്നെ ക്യൂൻ ഓഫ് ഷെബ വളരെയധികം ഹാപ്പിയായി. അത് ഇദ്ദേഹത്തോട് പറഞ്ഞു. "But I did not believe what they said until I came and saw with my own eyes. Indeed, not even half the greatness of your wisdom was told me. You have far exceeded the report I heard." അപ്പൊ ക്യൂൻ ഓഫ് ഷെബ പറയാണ്, ഞാന് ആൾക്കാർ പറയുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണാതെ ഞാൻ വിശ്വസിക്കില്ല. ആൾക്കാർ പലതും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ കണ്ണുകൊണ്ട് കാണും വരെ ഞാൻ സോളമന്റെ പ്രശസ്തിയെ കുറിച്ച് അത്രയൊന്നും ചിന്തിച്ചിരുന്നില്ല. കണ്ടപ്പോഴെന്താണ് തോന്നിയത്?
ഞാൻ വിചാരിച്ചതിന്റെ അല്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ എത്രയോ ഇരട്ടിയാണ് സോളമന്റെ വിസ്ഡം അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് എന്ന് ക്യൂൻ ഓഫ് ഷെബ റിപ്ലൈ കൊടുത്തു. How happy your men must be, how happy your officials who continually stand before you and hear your wisdom. അപ്പോൾ ക്യൂൻ ഓഫ് ഷെബ പറയാണ് അതിന്റെ തുടർച്ചയായിട്ട്, നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, അതായത് സോളമന്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഡെയിലി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജോലിക്കാർ, ഒഫീഷ്യൽസ് എന്ത് ലക്കിയാണെന്നാണ് പറയുന്നത്. ഹൗ ഹാപ്പി ദേ ആർ, അവരെന്ത് ഹാപ്പി ആയിരിക്കും, ഒപ്പം തന്നെ എത്ര പ്രൗഡ് ആയിരിക്കും എന്നാണ് ക്യൂൻ ഓഫ് ഷെബ ചോദിക്കുന്നത്. പ്രൈസ് ബി ടു the Lord your God, who has delighted in you and placed you in his throne as king to rule for the Lord your God. Because of the love of your God for Israel and his desire to uphold them forever, he has made you king over them, to maintain justice and rightness. അതായത് ദൈവത്തിന് നന്ദി പറയൂ. കാരണം എന്താണ്, ക്യൂൻ ഓഫ് ഷെബ തന്നെ പറയാണ്, ദൈവത്തോട് നന്ദി പറയൂ. കാരണം നിങ്ങൾ ദൈവത്തെ അത്ര ആരാധിക്കുന്നതുകൊണ്ടും ദൈവം നിങ്ങളിൽ അത്ര വിശ്വാസം അർപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ ദൈവം ഇവിടുത്തെ രാജാവായി വെച്ചത്. അത് ഇസ്രായേലിന്റെ പ്രൗഢി എല്ലായിടത്തേക്കും എത്തിക്കും. ഇസ്രായേലിലാണ് ജെറുസലേം. ഓക്കെ, അതാണ് പറയുന്നത്. Then she gave the king 120 talents of gold, large quantities of spices, precious stones. There had never been such spices as those Queen Sheba gave to King Solomon. അപ്പോൾ വെറും കൈയോടെയല്ലല്ലോ ക്യൂൻ ഓഫ് ഷെബ വന്നത്. അപ്പോൾ വന്നിട്ട് ഇതൊക്കെ കണ്ട് ആ ഒരു സന്തോഷത്തിൽ ക്യൂൻ ഓഫ് ഷെബ 120 ടാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ആണ്. ഇപ്പോൾ കിലോ എന്ന് പറയുന്ന പോലെ ഒരു അളവാണ്. 120 ടാലൻസ് സ്വർണവും ഒപ്പം തന്നെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സ്പൈസസ്, വ്യത്യസ്ത തരത്തിലുള്ള സ്പൈസസ് വലിയൊരളവിൽ കൊടുത്തു. ഒപ്പം തന്നെ വളരെ അമൂല്യങ്ങളായിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇന്നേ വരെ ആരും കാണാത്ത രീതിയിലുള്ള സ്പൈസസും സ്റ്റോൺസും ഒക്കെയാണ് ക്യൂൻ ഓഫ് ഷെബ കിങ്ങിന് കൊടുത്തത്. The men of Hiram and men of Solomon brought gold from Ophir. They also brought algum wood and precious stones. The king used algum wood to make steps for the temple of the Lord and for royal palace, and to make harps and lyres for the musicians. Nothing like them had ever been said in Judah. ഇവിടെ പറയുന്നത് സോളമനും അതുപോലെ മെൻ ഓഫ് ഹിറാം ഇതിനൊക്കെ കിട്ടുന്ന സ്വർണവും ഒക്കെ കൊണ്ട് അതുപോലെ വുഡൊക്കെ കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ അവര് പാലസ് മോടി പിടിപ്പിക്കാനും അതുപോലെ മ്യൂസിഷ്യൻസിന്റെ ഉപകരണങ്ങൾ ഭംഗി പിടിപ്പിക്കാനും ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറയാണ്. അടുത്തത്, King Solomon gave the Queen of Sheba all she desired and asked for. He gave her more than she brought to him. Then she left and returned with her retinue to her own country. അപ്പോൾ ക്യൂൻ ഓഫ് ഷെബ വന്നു, ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു, ഉത്തരം പറഞ്ഞു, വളരെ നന്നായിട്ട് സോളമൻ ട്രീറ്റ് ചെയ്തു അവരെ. തിരിച്ചു പോകാൻ നേരം ക്യൂൻ ഓഫ് ഷെബ ഒരുപാട് വസ്തുക്കളും കൊടുത്തു. അപ്പോൾ ക്യൂൻ ഓഫ് ഷെബ കൊടുത്തതിന്റെ എത്രയോ ഇരട്ടി തിരിച്ച് സോളമൻ അങ്ങോട്ടും കൊടുത്തു. എന്താണോ കൊണ്ടുവന്നതിന്റെ അതിന്റെ ഇരട്ടി ക്യൂൻ ഓഫ് ഷെബ ചോദിച്ചതും ചോദിക്കാത്തതുമായിട്ടുള്ള പല വസ്തുക്കളും സോളമൻ തിരിച്ചും കൊടുത്തു. അങ്ങനെ ക്യൂൻ ഓഫ് ഷെബ തിരിച്ച് പോയി. The weight of gold that Solomon received yearly was 666 talents. അപ്പോൾ ഒരു വർഷം സോളമന് കിട്ടുന്ന സ്വർണത്തിന്റെ, ആ രാജാവിന്റെ അടുത്ത് എത്തുന്ന സ്വർണത്തിന്റെ അളവ് എന്ന് പറയുന്നത് 666 ടാലൻസോളം വരും. ഒരു കിലോ കണക്കാണെങ്കിൽ 666 കിലോ എന്ന് നമുക്കിപ്പോൾ ഒരു അളവിന് വേണ്ടി പറയാം. Not including the revenues brought by merchants and traders. Also, all the kings of Arabia and governors of the land brought gold and silver to Solomon. അപ്പോൾ ഇത് ഈ 666 ടാലന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന സ്വർണം മാത്രമാണ്. അത് രാജ്യത്തിലെ മെർച്ചൻസ്, ഈ കച്ചവടക്കാരും അതുപോലെയുള്ള ആൾക്കാരൊന്നും കൊണ്ടുവരുന്ന പണത്തിന്റെയോ ഗോൾഡിന്റെയോ അളവിന്റെയോ വളരെ ഒരു നിസ്സാര അളവാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞത്. അത് മാത്രമല്ല, കിങ്സ് ഓഫ് അറേബ്യൻ രാജാക്കന്മാര് അതുപോലെ ഗവർണേഴ്സ് എപ്പോഴും ഇദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ സ്വർണവും സിൽവറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. King Solomon made 200 large shields of hammered gold
and 600 bekas of hammered gold went into each shield. അദ്ദേഹം അതുകൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ബേക്കാസ് ഓഫ് ഹാമേർഡ് ഗോൾഡ്, സ്വർണം കൊണ്ടുള്ള തകിടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹി ഓൾസോ മെയ്ഡ് 300 സ്മോൾ ഷീൽഡ്സ് ഓഫ് ഹാമേർഡ് ഗോൾഡ് വിത്ത് 300 ബേക്കാസ് ഓഫ് ഗോൾഡ് ഈച്ച് ഷീൽഡ്. ദ കിങ് പുട്ട് ദം ഇൻ ദ പാലസ് ഫോർ ദി ഫോറസ്റ്റ് ഓഫ് ലെബനൻ. ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഫോറസ്റ്റ് ഓഫ് ലെബനനിലാണ്, പാലസ് ഓഫ് ദി ഫോറസ്റ്റ് ഓഫ് ലെബനൻ. Then the king made a great thorn inveiled with ivory and overlaid with pure gold. Thorn എന്ന് പറഞ്ഞാൽ കിരീടമാണ്. അതുപോലെ കിരീടവും ഒക്കെ അദ്ദേഹം ഈ പ്യോർ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 12 lions stood on 6 steps, one at either end of each step. Nothing like it had ever been made for another kingdom. പിന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ പ്രത്യേകതകളാണ്. കൊട്ടാരത്തിൽ 12 ലയണിന്റെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്നേ വരെ ഓരോ സ്റ്റെപ്പിലും ഓരോ ലയണിനെ വെച്ച് 12ഓളം ലയണിനെ 6 സ്റ്റെപ്സിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല എന്താണ്, വേറെ ഒരു കിണ്ടത്തിനും അത്രയും ഭംഗി ഉണ്ടാവില്ല. All King Solomon's goblets were gold, and household articles in the palace of the forest of Lebanon were pure gold. Nothing was made of silver, because silver was considered little value in Solomon's day. അപ്പൊ അന്ന് സോളമന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ സ്വർണം കൊണ്ടായിരുന്നു. പാത്രങ്ങൾ പോലും സ്വർണം കൊണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സിൽവറിന് അത്ര വാല്യൂ ഉണ്ടായിരുന്നില്ല. സോളമൻ ഭരിക്കുന്ന സമയത്ത് സിൽവറിന് വലിയ വാല്യൂ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. The king had a fleet of trading ships manned by Hiram's men. Once every 3 years it returned, carry gold, silver and ivory, and apes and baboons. അപ്പോൾ ഓരോ തവണയും 3 വർഷം കൂടുമ്പോൾ സോളമന്റെ ഷിപ്പുകൾ എന്ത് ചെയ്യും, തീരത്ത് വന്നടുക്കും. ആ കപ്പലിലൊക്കെ ഉണ്ടായിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗോൾഡ്, സിൽവർ, ഐവറി, ഏപ്സ് ആൻഡ് ബബൂൺസ്, മൃഗങ്ങളും അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്തുക്കളും പിന്നെ ഗോൾഡും സിൽവറൊക്കെ ആയിരുന്നു ഈ കപ്പലുകളിൽ കൊണ്ടുവന്നിരുന്നത്. King Solomon was greater in riches and wisdom than all other kings on the earth. സോളമൻ എന്നുള്ള രാജാവിന്റെ ബുദ്ധിയും കഴിവും അത്ര റിച്ച്നെസ്, പവറും സമ്പത്തും ഒക്കെ വേറെ ഒരു രാജാവിനും അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. All the kings of the earth sought audience with Solomon to hear the wisdom of God he had put in his heart. അപ്പോൾ ദൂരദേശങ്ങളിൽ പോലും കിങ്ങിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദൈവത്തോടുള്ള വിശ്വാസവും അതേപോലെ തന്നെ വിസ്ഡം ഓഫ് ഗോഡ് ഹി ഹാഡ് പുട്ട് ഇൻ ഹിസ് ഹാർട്ട്, അദ്ദേഹം പുലർത്തിയിരുന്ന ദൈവവിശ്വാസത്തെ കുറിച്ചൊക്കെ കേൾക്കാന് ആൾക്കാരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ദൂരദേശങ്ങളിൽ നിന്ന് പോലും വരുമായിരുന്നു എന്നാണ് പറയുന്നത്. Year after year, everyone who came brought gift articles of silver and gold, and robes, weapons and spices, and horses and mules. അപ്പോൾ ഓരോ തവണ ഓരോരുത്തർ വരുമ്പോഴും അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. എന്തൊക്കെയാണ്? സിൽവർ, ഗോൾഡ്, റോബ്സ്, വെപ്പൺസ്, സ്പൈസസ്, ഹോഴ്സസ് തുടങ്ങിയ എല്ലാ വസ്തുക്കളും കിങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു. Solomon had 4,000 stalls of horses and chariots, 12,000 of horse which he kept in the chariot city and also with him in Jerusalem. അപ്പൊ സ്റ്റാൾസ് എന്ന് പറഞ്ഞാൽ കുതിര കെട്ടുന്ന സ്ഥലമാണ്, സ്റ്റേബിളിലാണ് സ്റ്റാൾ. അപ്പോൾ അങ്ങനെ 4000ഓളം സ്റ്റോളുകൾ തന്നെ കുതിരകളെ കെട്ടാൻ വേണ്ടി ഉണ്ടായിരുന്നു. 12,000ഓളം കുതിരകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 12,000 എന്ന് പറയുമ്പോൾ 12,000ഓളം കുതിരകൾ തന്നെ സോളമൻ ഉണ്ടായിരുന്നു. Okay. He ruled all over the kings in river to land from Philistines as far as the border of Egypt. അദ്ദേഹം from the river to the land of Philistines and as far as border of Egypt. നൈൽ നദി തീരം വരെയുള്ള ഒരു ഏരിയയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. The king made silver as common in Jerusalem as stones, and cedar as plenty as scamor fig trees in foot hills. അതായത് ആ നാട്ടിലെ എല്ലാം
സിൽവർ ഒക്കെ ഇങ്ങനെ കല്ലുകൾ പോലെയായിരുന്നു. സിൽവർ അത്രയും സിൽവർ ആയിരുന്നു ആ നാട്ടില്. അതുപോലെ എല്ലായിടത്തും നല്ല നല്ല മരങ്ങള്, പിന്നെ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള മരങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോളമൻസ് ഹോഴ്സസ് വെയർ ഇമ്പോർട്ടഡ് ഫ്രം ഈജിപ്റ്റ് ആൻഡ് ഫ്രം ഓൾ അതർ കൺട്രീസ്. സോളമന്റെ കുതിരകൾ എന്ന് പറയുന്നത് വെറും എന്താണ് സാധാരണ കുതിരകളൊന്നുമല്ല, ഈജിപ്തിൽ നിന്നും അതുപോലെ മറ്റ് കൺട്രീസ് നിന്നൊക്കെ കൊണ്ടുവന്നിരുന്ന കുതിരകളായിരുന്നു. As for the other events of Solomon's reign, from beginning to the end, are they not written in the records of Nathan of prophet, in the prophecy of Ahijah, in Shiloh, and in the wisdom of Iddo, the seer concerning Jeroboam of Nebath? Solomon reigned in Jerusalem all over the Israel 40 years. അപ്പോൾ 40 വർഷത്തോളം ആര് ഭരിച്ചു ഇസ്രായേലിനെ? സോളമൻ രാജാവാണ് ഭരിക്കുന്നത്. ഓക്കെ, ഇതാണ് സോളമന്റെ പാഠം നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ക്യൂൻ ഓഫ് ഷബേന്റെ വിസിറ്റ് ആണ് പ്രധാനം. ഇത് ഞാൻ ആ സെക്ഷൻ മൊത്തം വായിച്ചെന്നേ ഉള്ളൂ. ചാപ്റ്റർ നമ്പർ 9 പഠിക്കുമ്പോൾ ആ ഭാഗം മാത്രം പഠിക്കാം.